വലിയ കൊലാവലൊന്നും വേണ്ട. ഇതാ ഇവിടെ എങ്ങനെ ഒരു പന്തല് ദേ പെണ്ണുങ്ങൾ വിളി തുടങ്ങി. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അല്ല എന്തിനാ പന്തല്? നിന്റെ 16 അടിയന്തരം കഴിക്കാൻ മിണ്ടാണ്ടിരുന്നു അവിടെ. എങ്ങനെയൊക്കെയാ കാര്യങ്ങളൊന്ന് അടുപ്പിച്ചുകൊണ്ടിരാന്ന് വിചാരിക്കുമ്പോഴാ. ചിന്ന ആ തൊടി പോയി കഴുകു മുറിച്ചോ. പോയിക്കോ. ശരി പോയിക്കോ. ഓല പറഞ്ഞത് അവിടെ തന്നെ കാണും കേട്ടോ. പുതിയ വല്ല ആലോചനയുണ്ടോ? അതേടി ഞാൻ ഒന്നുകൂടെ കെട്ടാൻ പോവാ. ദേ ഒരു സംഗതി രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സമ്മതിക്കില്ല. ഈ മുറ്റത്തൊരു പന്തലിടുന്നു തോന്നി ഇടുന്നു, അത്ര തന്നെ. പറയില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെടുത്ത് ഇനി പറയില്ല. മതിയായി. എന്തിനാ കമുക് മുറിക്കണേ? പന്തല് കെട്ടാൻ ശ്രീധരൻ വരുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. എന്നോട് പറഞ്ഞൂടെ ആരാ ചെക്കനെന്ന്? പെണ്ണുങ്ങളോട് പറയില്ല. എന്താ നിങ്ങൾ ഈ പറയണത്? ഞാൻ അറിയാതെ മോളുടെ കല്യാണം നടക്കേ? നീ അറിഞ്ഞു എന്ന് വെച്ചാ ഈ ഭൂമി മലയാളം മുഴുവൻ അറിഞ്ഞു എന്നർത്ഥം. കണ്ണൻ തന്നെയാണ് അവളെ കെട്ടാൻ പോണെന്ന് ഞാൻ എന്നോട് പറയേ. എന്നിട്ട് വേണം നാളെ മുതൽ ആൾക്കാർ ജാതായിട്ട് ഇങ്ങോട്ട് വരാൻ. എന്ത് കല്യാണം കഴിഞ്ഞ കണ്ണനോ? അതെ, അവൻ തന്നെ. അവര് ബന്ധം വേർപെടുത്താ ഒക്കെ ഞാൻ ഒപ്പിച്ചു വെച്ച്. ഭഗവാനെ, പറയണ്ടെന്ന് വിചാരിച്ചതൊക്കെ പറഞ്ഞു പോയല്ലോ ഈശ്വര. വിവരമുണ്ടോ നിങ്ങക്ക്? എന്തേ ഇതാണ് എന്നോട് പറയണ്ടെന്ന് വെച്ചേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ കൊന്നു കളയും ഞാൻ. മനുഷ്യനൊരു അഭ്യാസം നടത്തി വെക്കാം, എങ്ങനെങ്കിലും ആ പെണ്ണിനെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന്. അപ്പോഴാണ് അവളൊരു അയ്യോ അതല്ല പറഞ്ഞത്. പിന്നെ ഏതാ? അവനാ കെട്ടണെങ്കിലേ പന്തലും മറ്റും ഇട്ട് നാട്ടുകാരെ അറിയിക്കണം. ദേശാഫീസിൽ കഴിച്ചാ പോരെ? താലി കെട്ടൊഴിച്ച് എല്ലാം കഴിഞ്ഞല്ലേ ഗുരുവായൂർ വെച്ച്? ശരിയാണല്ലോ. പെണ്ണുങ്ങൾക്ക് വിവരില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതാണ് പറഞ്ഞേ, ഭാര്യയെ നേരത്തെ ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂന്ന്. കൊടുകൈ മോനെ ചിന്ന വെട്ടലേ കമ്മി. ചിന്ന അയ്യോ ചതിച്ചല്ലടാ ചിന്ന.